ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജ്യേഷ്ഠ സഹോദരി 76 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയതായ ഞങ്ങളുടെ പ്രിയ ചേച്ചി ഈ സമയത്ത് അവരുടെ ശവമഞ്ചത്തിനരികെ നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുവരുണ്ടായ ചിന്തകൾ, അനുസ്മരണകൾ മുഴുവൻ ഇവിടെ വെളിപ്പെടുത്തുവാനായിട്ട് എനിക്ക് നിർവാഹമില്ല. മാത്രവുമല്ല, അനുസ്മരണം നടത്തുമ്പോൾ പ്രത്യേകിച്ചും എൻ്റെ ഹൃദയത്തിൽ കടന്നുവരുന്ന ഒരു ചിന്ത, നാം തിരുവഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപ കാരണമായി തീരരുത് എന്നുള്ളത്. അതിശോക്തിപരമായിട്ടുള്ളതായ കാര്യങ്ങൾ ഒന്നും എൻ്റെ ചിന്തയിൽ വരാതിരിക്കാനായിട്ട് ഇന്ന് രാവിലെയും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ അവരടുത്തറിയുന്നവർക്കൊക്കെയും പ്രിയ ചേച്ചിയുള്ള ബന്ധത്തിൽ ഓർക്കുവാൻ കഴിയുന്നതായ ഒരു വാസ്തവം, ഒരു സത്യം, ഔദ്യോഗിക രംഗത്ത് അതിനുശേഷം തന്റെ വിശ്രമ ജീവിതകാലത്ത് ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ താൻ അറിഞ്ഞിട്ടുള്ളതായ സുവിശേഷം പങ്കുവയ്ക്കാതെ അവരെ വിടുകയില്ല. രാഷ്ട്രീയക്കാരായാലും ബിസിനസ് പ്രതിനിധികളായിട്ട് സന്തോഷിനോട് ബന്ധപ്പെട്ട് ആര് വന്നാലും ഒരു തരത്തിലും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലാതെ നടക്കുന്നവരോടുള്ള ആ ബന്ധത്തിലും താൻ അറിഞ്ഞിട്ടുള്ളതായ സത്യം അവരൊന്ന് വെളിപ്പെടുത്തുക, അവരോടൊന്ന് അറിയിക്കുക, ഭയനിർദ്ദേശം നൽകുക എന്നുള്ളത് തന്റെ ജീവിതത്തില് ഒഴിച്ചുകൂടാത്തതായ ഒരു സത്യമായിരുന്നു, ഒരു സംഗതിയായിരുന്നു. മാത്രവുമല്ല, ഇവിടെ പലർക്കും അറിയാം തന്റെ പ്രാർത്ഥനാ ജീവിതം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്ര അധിക സമയം ദൈവസന്നിധിയിൽ മല്ലുപിടിക്കുവാനായിട്ട് കഴിയുന്നത്. എന്റെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ പിതാവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മണിക്കൂറുകളോളം അതിരാവിലെ സൂര്യോദയത്തിന് വളരെ മുൻപ് തന്നെ ഞങ്ങളുടെ പഴയ വീടിന്റെ ആ മാളികമുറിയിൽ താൻ പ്രാർത്ഥനയിൽ പോരാടുന്നതായ രംഗം, അതിരാവിലെ ജോലിക്ക് പോകുന്നവർ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ട് അതിനാമേൻ പറയുന്നതായ രംഗമൊക്കെയും മുതിർന്നവരിൽ നിന്ന് ഞാൻ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പൈതൃകം പകർന്നു കിട്ടിയത് എന്റെ ചേച്ചിക്കായിരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. താമസിക്കുന്ന ഭവനത്തിൽ മക്കളെയെല്ലാം മാറ്റി നിർത്തി ദൈവസന്നിധിയിലേക്ക് ഒരു മുറിയിലേക്ക് കടന്നു ചെന്ന് വാതിലടച്ച് മണിക്കൂറുകളോളം തന്റെ കുടുംബത്തിന്റെ ഭൗമിക ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, പ്രസാദന്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നവർക്ക് വേണ്ടി മണിക്കൂറുകളോളം പോരാട്ടം കഴിക്കുന്നതായ ഒരു പ്രാർത്ഥനാ ജീവിതമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. ഞാൻ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഞാനിവിടെ കടന്നു വരുമ്പോഴൊക്കെയും താമസിച്ചിരുന്ന ഭവനങ്ങളിൽ താൻ കഴിഞ്ഞ 2 വർഷത്തോളമായി സഭയുടെ കൂട്ടായ്മയിലേക്ക്, കർത്തൃമേശയിലേക്ക് കടന്നു വരുവാൻ താൻ ഭാരപ്പെടുന്നു. കാണുമ്പോഴൊക്കെയും തന്റെ പരാതി എന്നുള്ളത് തന്റെ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ചല്ല. 11 ആഴ്ചയായി, 12 ആഴ്ചയായി, 13 ആഴ്ചയായി കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെന്ന് ആരാധന അർപ്പിച്ചിട്ടുന്നതായി വലിയ ഹൃദയഭാരമായിരുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഞാനും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവമാകുന്ന ഒരു അവസരം ഇവിടുത്തെ നിന്റെ ദാസിയെ അല്പമെങ്കിലും ബലപ്പെടുത്തണമെന്നുള്ളതായിരുന്നു. ദൈവത്തിന് അങ്ങനെയല്ല പ്രസാദം തോന്നിയത്, ഞങ്ങൾക്കത് മാത്രമേ ഓർക്കാനുള്ളൂ. ഇങ്ങനെയല്ലോ ഞങ്ങൾക്ക് പ്രസാദം തോന്നിയത് എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി വളരെ അവസ്ഥയായി നാം കേട്ടതുപോലെ തന്റെ ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു. വ്യാഴാഴ്ച അതിരാവിലെ എനിക്ക് സന്തോഷം വിളിച്ചു, അമ്മച്ചിയുടെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങോട്ട് ഓടി വന്നു. ഞാൻ കണ്ടപ്പോൾ അവരുടെ ദൃഷ്ടിയും അവരുടെ ചിന്തയും ആലോചനയുമൊക്കെയും വേറെ ഏതോ ലോകത്തിലെന്ന പോലെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. ചില മണിക്കൂറുകൾക്ക് ശേഷം ആ സ്ഥിതിക്ക് ഒരു മാറ്റം വന്നു. പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഭവനത്തിലേക്ക് പോയി. എന്നാൽ രാത്രിയിൽ നമ്മെ കേൾപ്പിച്ചതുപോലെ ഞങ്ങൾ സഭാ ഹാളിൽ ഒരു ബൈബിൾ സ്റ്റഡിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്
സന്ദേശം ലഭിച്ചത്. അന്നും ഞാൻ ചേച്ചിയെ, സഹോദരിയെ, കത്രാസിയെ ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊള്ളണമേ, അധികം നാളുകൾ ദീർഘിപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ചെന്ന് ഒരിക്കലും 8/15 കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടതായ ചേച്ചിയുടെ മരണവാർത്ത എന്റെ കൈക്കുറിപ്പായിട്ട് കിട്ടിയപ്പോൾ പ്രാർത്ഥിച്ചിരുന്ന എനിക്ക് പോലും അത് താങ്ങുവാനുള്ളതായ ശക്തി ലഭിച്ചില്ല. എന്നാൽ ചില മിനിറ്റുകൾക്ക് ശേഷം ഞാൻ നോർമലായി പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു വന്നു. എന്നാൽ എനിക്ക് എന്റെ ഹൃദയത്തിലുണ്ടായ സംതൃപ്തി ഒരു തരത്തിലുള്ളതായ പരാതിയും കൂടാതെ, തന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടിയതായ അവസ്ഥയിലും എത്രമാത്രം സഹനശക്തി ദൈവം നൽകിയെന്നുള്ളത് അവരെ കാണുവാൻ വരുന്നവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെയും അറിയാവുന്നതായ സംഗതിയാണ്.